ക്രിറ്റിസിസം ഇത് ഒരു വളരെ ഡെപ്തുള്ളൊരു വേർഡാണ്. നമുക്ക് ജീവിതത്തിൽ ക്രിറ്റിസൈസ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മളും ക്രിറ്റിസൈസ് ചെയ്യപ്പെടും. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഇതിൻ്റെ അകത്ത് വിവരിക്കാം. ഇതിനകത്ത് ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ ക്രിറ്റിസൈസ് ലൈക്ക് എ കോച്ച് എന്നാണ് പറയുന്നത്. ഒരു കെയറിങ് മെസ്സേജ് അതിൻ്റെ അകത്ത് കാണണം. രണ്ടാമത്, ഒരിക്കലും ഒരു ജനറലൈസ് സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഒരാളെയോ ഒരു സ്ഥാപനത്തെയോ ഒരു ഗ്രൂപ്പിനെയോ ക്രിറ്റിസൈസ് ചെയ്യരുത്. അതിൻ്റെ സ്പെസിഫിക് ആയിട്ട് റീസൺ കാരണം ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ ഇതിനെ ഇഷ്ടപ്പെടാത്തത്, ഞാൻ ക്രിറ്റിസൈസ് ചെയ്യുന്നുള്ളത് വളരെ സ്പെസിഫിക് ആയിരിക്കണം. അതിൽ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് 10 പ്രാവശ്യം എൻഷുർ ചെയ്യണം നമ്മൾ പറയാൻ പോകുന്ന കാര്യം റൈറ്റ് ഫാക്ട്സ് ആണെന്നുള്ളത്. അത് ജെനുവിനാണ്, കറക്റ്റാണ്, റൈറ്റാണ്. കാരണം നമ്മൾ വേറൊരാളോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അത്ര കെയർഫുള്ളായിരിക്കണം. ഇനി നാലാമതായിട്ടുള്ളത്, നമ്മളൊരു കൺക്ലൂഷനിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ ആരെയാണ് ക്രിറ്റിസൈസ് ചെയ്യുന്നത് ആ ആൾക്ക് പറയാനൊരു സാഹചര്യം കൊടുക്കണം. നമ്മളത് അക്സെപ്റ്റ് ചെയ്താലും അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും പറയിക്കുക എന്നുള്ളത് നമ്മുടെ ധാർമ്മികമായ ഫസ്റ്റ് ഉത്തരവാദിത്തത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. ഇനി അഞ്ചാമതായിട്ട്, ക്രിറ്റിസൈസ് ചെയ്യുന്നത് ഒരിക്കലും പബ്ലിക്കിലാവരുത്. അത് 1 to 1 ആയിരിക്കണം. നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുന്ന കാര്യം ആ ആൾ ചെയ്ത ബിഹേവിയറിനെയോ ആക്ഷനെയോ ആണ്. ആ പേഴ്സണിലേക്ക് ഒരിക്കലും അത് പോകരുത്. അത് വളരെ സ്പെസിഫിക് ആയിരിക്കണം. അതിൽ ആ ക്ലാരിറ്റിയും ഉണ്ടായിരിക്കണം. ഏഴാമതായി വളരെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാവുന്നൊരു പൊസിഷൻ നമ്മൾ ഇരിക്കുകയാണ്, അതായത് അതർ സൈഡ് ഓഫ് ദി ടേബിൾ. ഇതിൻ്റെ ഇടയ്ക്ക് പേഴ്സണൽ ഗ്രഡ്ജോ പേഴ്സണൽ ഇഷ്യൂസോ പേഴ്സണൽ മാറ്റേഴ്സോ കൊണ്ടുവരരുത്. മാറ്റർ ഓഫ് ഫാക്റ്റ് ആയിരിക്കണം. ആ ഉണ്ടായ സാഹചര്യവും ഇഷ്യൂവും മാത്രമേ ഡിസ്കസ് ചെയ്യാവുള്ളൂ. എട്ടാമതായിട്ട്, നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പൊസിഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എംപതറ്റിക്കലി ഈ ക്രിറ്റിസൈസ് ചെയ്യപ്പെടുന്നയാളുടെ മനോവികാരങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഒരിക്കലും നമ്മൾ അതിൻ്റെ അകത്ത് തമാശകളോ അയാൾ ഹട്ട് ചെയ്യുന്ന കാര്യങ്ങളോ ഹട്ട് ചെയ്യുന്ന വാക്കുകളോ സർക്കാസ്റ്റിക് ആയിട്ട് ഒരു വാക്കുപോലും അവിടെ ഉപയോഗിക്കാണ്ടിരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഒമ്പതാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ക്രിറ്റിസൈസ് ചെയ്യുന്ന പ്രോസസ്സിൽ നമ്മൾ വളരെ കൂളായിരിക്കണം, നമ്മൾ കാമായിരിക്കണം, നമ്മൾ ടു ദ ഫാക്റ്റ് ആയിരിക്കണം, നമ്മൾ ഫേം ആയിരിക്കണം. ഈ ഒരു കോൺഫിഡൻസ് ലെവലിൽ നമ്മൾ എത്തിയിട്ടേ നമ്മൾ ഈ ഒരു പ്രോസസ്സിന് മുതിരാവുള്ളൂ. ഇനി പത്താമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ കോൺവെർസേഷനിൽ ആ ആൾ നമ്മൾ പറയുന്ന മിസ്റ്റേക്സ് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നൊരു സിറ്റുവേഷനിലാണ് നമ്മൾ എത്തുന്നതെങ്കിലും അല്ലെങ്കിലും എപ്പോഴും നമ്മുടെ കൺക്ലൂഷൻ, ആ ടോക്കിൻ്റെ കൺക്ലൂഷൻ ഷുഡ് ബി ഇൻ എ വെരി പോസിറ്റീവ് വേ ആൻഡ് ഷുഡ് കൺഗ്രാലേറ്റ് ചെയ്യും. എസ്പെഷ്യലി ആ മിസ്റ്റേക്ക് അഡ്മിറ്റ് ചെയ്യുവാണെങ്കിൽ അയാളെ കൺഗ്രാലേറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്.